ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാം. ഇന്ന് ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ബോട്ടിലിനേക്കാൾ ഒരു കുഞ്ഞു ബോട്ടിലാണ്. പിന്നെ നമ്മൾ ഈ ബോട്ടിലിന് ബേസ് കോട്ടൊന്നും അടിക്കുന്നില്ല. എല്ലാം തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ചെയ്യാണ്. നമ്മളിവിടെ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ബ്ലൂ അതുപോലെ കുറച്ച് വൈറ്റും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബ്ലൂവും വൈറ്റും കൂടെ കുറച്ച് മാത്രം, മുഴുവനായിട്ടുമല്ല, കുറച്ച് മാത്രം നമ്മളൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡാർക്ക് ബ്ലൂവിലേക്ക് ആ ഒരു വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ലൈറ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ലൈറ്റ് കളറാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പോയിൻറ്റഡ് ഫിംഗർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള ഒരു പെയിൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ താഴോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് നമുക്കൊരു പെറ്റലിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും. കുറച്ചൊരു നീളത്തിലുള്ള ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടും. നമ്മൾ മുമ്പ് കുറേ ഫിംഗേഴ്സ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തത് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുന്നതല്ലേ. ഇത് അതിനേക്കാൾ കുറച്ചും കൂടി ഒരു നീളത്തിലൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു 3 പെറ്റലായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 5 പെറ്റൽ വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലവറായി കിട്ടും. നമ്മൾ നടുക്ക് വരയ്ക്കുന്ന ആ ഒരു പെറ്റിൽ കുറച്ചൊരു ചെറുത്, പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് കുറച്ചൊരു നീളം കൂടുതലുള്ള പെറ്റിൽ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഫ്ലവർ വരച്ചതിന് ശേഷം നമ്മൾ പിന്നെ ആ ഒരു നാവി ബ്ലൂ കളറിൽ നമ്മൾ ജസ്റ്റ് ഫിംഗർ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഈ ഫ്ലവറിൻ്റെ നടുക്കൊന്നിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് ലൈറ്റ് ബ്ലൂ ആ ഒരു ഫ്ലവറിൽ നടുക്ക് ഇങ്ങനെ ആ ഒരു നാവി ബ്ലൂ കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. നമ്മൾ ആ ഒരു ചൂണ്ടുവിരൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ വരച്ചത്. അപ്പോൾ ഇനി നമ്മൾ ചെറിയ വിരലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു വീതി കുറഞ്ഞിട്ടുള്ള ഒരു പെറ്റലാക്കിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷേ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പിലുള്ളതൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളം കൊണ്ടൊന്നിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയൊക്കെ യൂസ് ചെയ്തിട്ട് തുടച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ബേസ് കോട്ടൊന്നും അടിക്കുന്നില്ലല്ലോ. അപ്പം ജസ്റ്റ് നമുക്ക് തുടച്ചെടുത്താൽ അവിടെ ക്ലീൻ ആയിട്ട് കിട്ടിക്കോളും. പിന്നെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫിംഗറിൽ പെയിൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളിങ്ങനെ പരത്തിയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീതിയുള്ള ഒരു ടൈപ്പ് പെറ്റലായിരിക്കും കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഫിംഗേഴ്സിൻ്റെ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ളൊരു പെറ്റലായിട്ടും കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മൾ ബോട്ടിൽ കുറച്ച് ആ ഒരു സൈഡ് മുഴുവനും നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ബ്ലൂ വെച്ചിട്ട് ടച്ച് ചെയ്തൊക്കെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ച് ലീവ്സൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ലൈറ്റ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആ ലീവ്സൊക്കെ ചെയ്യണത്. നമ്മൾ ലീവ്സ് ചെയ്യാനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ചെറിയ വിരലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ പെയിൻറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചൊരു വീതിയുള്ള നല്ലൊരു ലീഫിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ തീരെ കഴിയണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ലീവ്സൊക്കെ ചെയ്യാം. ഇപ്പം നമ്മൾ ആ ഒരു കുറച്ച് ഫ്ലവേഴ്സിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ കുറച്ച് ലീവ്സൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അതുപോലെ ആ ഒരു ഗ്രീനും കൂടെ വന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പം നമ്മൾ ആ ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തത്. അപ്പോൾ ബോട്ടിലിൻ്റെ ആ ഒരു മറ്റേ സൈഡിൽ നമ്മൾ വേറൊരു ഡിസൈനാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ ആക്രിലിക് കളർ എടുത്തിട്ടുണ്ട്, അതുപോലെ റെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യെല്ലോ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ചെറിയ വിരൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ പെറ്റൽസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഫിംഗേഴ്സ് ഇങ്ങനെ വെച്ചിട്ടൊന്നിങ്ങനെ ഉള്ളോട്ടൊന്നിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 5 എണ്ണം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഇതിൽ കിട്ടും. അപ്പോൾ അങ്ങനെ യെല്ലോ യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ ഒരു 5 പെറ്റലൊക്കെ ആയ സമയത്ത് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു പൂവിൻ്റെ ആ ഒരു നടുക്ക് ഇങ്ങനെ റെഡ് കളർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ 2-3 ഇങ്ങനെ ആ ഒരു പെറ്റലിൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ ഒരു യെല്ലോ കളറും അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു റെഡും കൂടെ വന്ന സമയത്ത് ഈ യെല്ലോയും റെഡും തന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. റെഡ് ചെയ്തിട്ട് ഇങ്ങനെ നടുക്ക് യെല്ലോ ആയിട്ട് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. കളേഴ്സൊക്കെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മളെ കയ്യിൽ ഏത് കളറാണുള്ളത് അത് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ലീവ്സ് ഒന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ വെള്ളം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല തിന്നായിട്ടുള്ള ഒരു ലീവ്സൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു ഫ്ലവറിന് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ളത്. അല്ലാതെ തന്നെ ആയിരുന്നു അതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ബോട്ടിലിൽ തന്നെ 2 ടൈപ്പ് ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബേസ് കോട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു വർക്കാണിത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു ബോട്ടിൽ അതുപോലെ തന്നെ നമ്മൾ ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാണ്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല. കുറേ പേർക്ക് നോട്ടിഫിക്കേഷനും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ എൻഡ് സ്ക്രീനിലും കൊടുക്കാം, അതുപോലെ ഐക്കാർഡായിട്ടും കൊടുക്കാം. നമ്മൾ ഈ ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇതിലെ ഒരു റോസ് ഫ്ലവേഴ്സും അതുപോലെ നമ്മൾ ആ ഒരു ലീഫൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷനാണ്. ആ ഒരു ബ്ലാക്കും ആഷും കൂടെ ഒക്കെ വന്ന സമയത്ത് നമ്മൾ പൊതുവേ ഇങ്ങനെയുള്ളതൊക്കെ ഡിസൈൻ ചെയ്യൽ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് 1 സ്ട്രോക്ക് പെയിൻറ്റിങ് ആണല്ലോ. അപ്പോൾ ഇത് ആ ഒരു ബ്രഷ് ഒന്നും ഇല്ലാതെ നമുക്ക് ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇനി ടെസ്റ്റിമോണിയൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് തൃശ്ശൂരുള്ള 8th പഠിക്കുന്ന ഡെൽനയാണ്. നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ബോട്ടിലിൽ ഒരു ഫെതേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ മെഡിസിൻ്റെ കവർ വെച്ചിട്ട് ഒരു ഗ്രേപ്പ് വൈൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി പാണ്ടിമീനൽ കൃഷ്ണൻ അയച്ചു തന്നത് നമ്മൾ ചെറുനാരങ്ങൻ്റെ തൊലി ഉപയോഗിച്ചിട്ടൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് കാസർഗോഡുള്ള ഫാത്തിമയാണ്. നമ്മളൊരു 5 മിനിറ്റ് ഉപയോഗിച്ചിട്ടൊരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഫർസാന അയച്ചു തന്നത് നമ്മൾ എക്സെൽ ഉപയോഗിച്ചിട്ടൊരു ജാപ്പനീസ് മോഡൽ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ടാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചെന്നത് 5th പഠിക്കുന്ന തൻവീർ ആണ്. നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ബോട്ടിലൊരു ഫെതേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. തൻവീർ നേരത്തെ ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി കാലിക്കറ്റുള്ള ലാമിയ അയച്ചു തന്നത് നമ്മൾ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടൊരു സ്ട്രോബെറിയുടെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊരു വാൾ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു 3 ടൈപ്പ് ബോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2 ടൈപ്പ് ഡിസൈൻ നമ്മളൊരു ബോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തന്നെ. ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.